ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ വയമ്പ് വീശാൻ വന്നപ്പോൾ നമ്മൾ ഈ പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിച്ചായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കല്ലിയട്ടയിൽ നമുക്ക് 1-2 കൊഞ്ചൊക്കെ കിട്ടിയായിരുന്നു. 1-2 അല്ല, 1 കൊഞ്ച് 2-3 കൊഞ്ച് നമ്മൾ കണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പിടിക്കാൻ പറ്റുന്ന സാഹചര്യം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്നലെ വൈകിട്ട് ഈ കല്ലിയട്ടിൻ്റെ സൈഡിൽ കൂടെ ഈ കടലിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ വലയിട്ടിട്ടുണ്ട്. നമ്മളത് പിടിക്കാൻ വന്നതാണ്. മീൻ പിടിക്കുക മാത്രമല്ല, അതിമനോഹരമായൊരു കാഴ്ച കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ സ്ഥലം തിരഞ്ഞെടുത്തത്. അതായത് പിങ്ക് ആമ്പലിൻ്റെ ഒരു മഹനീയമായ കലവറയാണ് ഈ വടക്കേറായിരം എന്ന് പറയുന്ന പാടം. കുറച്ച് ദിവസത്തേക്ക് ഇത് കാണത്തുള്ളൂ കേട്ടോ. കാരണം കൃഷി തുടങ്ങാൻ പോവാണ്. ആ സമയത്ത് ഇത് അവർ നശിപ്പിച്ചിട്ടാണ് കൃഷി ചെയ്യുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹെൽത്ത് ലവേഴ്സ് മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ വല പിടിക്കാൻ പോകണം കേട്ടോ. നമ്മൾ ഈ കല്ലിയട്ടിൻ്റെ സൈഡാണ് ഈ വലയിട്ടേക്കുന്നത്. ചെമ്പല്ലിയ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ ഇല്ല. ഇന്നലെ അവിടെ പണിയുണ്ടായിരുന്നു. ഇന്നലെ തടഞ്ഞൊന്നും അറിയത്തില്ല. ഇന്നലെ നമ്മൾ കണ്ടില്ല. നിങ്ങൾ നിർത്തില്ല. സർക്കാർ കൊഞ്ചാണോ അത് കാണിച്ചേ? സർക്കാർ കൊഞ്ച്. അതാ ഇങ്ങനെ മോന്തയൊക്കെ വീർത്തിരിക്കുന്നത്. അതിൻ്റെ ലക്ഷണം കൊണ്ടെന്ന് പറ. അതായത് ഇതിൻ്റെ തലയൊക്കെ ഇങ്ങനെ വീർത്തിരിക്കും. അതായത് ഇത് നാച്ചുറൽ ബ്രീഡിംഗ് അല്ല, ആർട്ടിഫിഷ്യൽ ബ്രീഡിങ്ങിലൂടെ വരുന്നത്. അതായത് ഫാമുകളിലൊക്കെ ബ്രീഡ് ചെയ്ത് വരുന്ന കൊഞ്ചായത് പുഴയെ കൊണ്ട് വിട്ടേക്കുന്നത്. നമുക്ക് ഉണ്ടാക്കണം കുഴപ്പമില്ലാത്ത കൊഞ്ച്. ഈ കല്ലടയിലോട്ട് തന്നെ കയറിപ്പോൾ ജാതി വാ ഇത് തിരക്കില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മുമ്പേ കിട്ടിയ കൊഞ്ചിനൊക്കെ വ്യത്യസ്തമാണ്. ഈ കൊഞ്ചിൻ്റെ തല കണ്ടോ? ഇത് നാച്ചുറൽ ബ്രീഡിങ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കാണാൻ പറ്റുന്നത്. മറ്റേത് ഇവിടെ ഇങ്ങനെ മുഴച്ചിരിക്കും. അവനാണ് 2 പൂളി ഊരിയിട്ടവന്. എന്നാ എടുക്കവനെ പിടിച്ചവനെ. അതിനാണോ അവർ നച്ചേരി ഇരിക്കുന്നത്? അയ്യോ, പോന്നിട്ടില്ലേ?
ഉണ്ട്. ഈ സൈഡ് മുറിച്ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കൊണ്ട് വിട്ടതായിരിക്കും ഇത്. അതായിരിക്കും ഇത്തവണ വലുതായത് അല്ലേ? അല്ലാതെ ഉടനെ പെട്ടെന്ന് വലുതാകത്തില്ലേ? ആ വല വലിക്കുന്നതാണ്. ആ പിന്നെ കുഞ്ചു പ്രതീക്ഷയൊക്കെ ഇട്ടതാ. പക്ഷേ കുറുവ എല്ലാ ടൈപ്പും ഉണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അളവില്ലെന്നേ ഉള്ളൂ. ചാത്തി ഈ നേരത്തെ രണ്ടു നോക്കാം. അങ്ങനെയാണത് വരാലോ. ഞാൻ ഇതിനെ കണ്ടില്ല. ഒരു കുറുവായ കുഴപ്പമുണ്ടല്ലോ. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ സൂചന. സൂചന മാത്രം വലയിലുടക്കി കിട്ടും. ഉള്ളത് വലുതൊക്കെ എടുത്തോളാം. ശ്രദ്ധ ഒന്ന് വിട്ടുപോയി. ചെറിയൊരടി കിട്ടിയാനായിപ്പോ. കടിക്കാതെ നോക്കണേ. അതിനാണോ കയറി വന്ന്? അപ്പാപ്പി എന്ന് പറയുന്നത് കാലിന്റെ വലിപ്പം അല്ലേ? കാലിന് നല്ല വലിപ്പമുള്ള കൊഞ്ചിനെ അപ്പാപ്പി കൊഞ്ചെന്ന് പറയുന്നത്. പളന്തല്ലോ കിടപ്പുണ്ടെന്ന് ഞാൻ വിചാരിച്ചു പളന്തായിരിക്കും. അയ്യോ അതിന് വികലാംഗനാണ് അത്. ഒരു കാല് ചെറുതും ഒരു കാല് വലുതും. ഒടിഞ്ഞും പോയത്. ആ വലിയ കാലൊടിഞ്ഞു പോയി. ഓ എന്താ പൊന്നു പോയി. പയ്യ വലിക്കേ. അതാ കടിക്കല്ലാടെ. അതിൻ്റെ കാലുണ്ടോ? ഒരു കാല് ചെറുതും ഇറുക്കുന്ന കാല് ചെറുതാ കണ്ടോ? രണ്ട് കാലിലും കിടക്കൂടെ? അല്ല അങ്ങനല്ല. ആ ഇത് നോക്കിക്കേ. ഇപ്പറ കിടക്കുന്നത് ഉണ്ടാ കിടക്കുന്നത് ഇതോ? ആ അതെടുക്ക്. അതിൻ്റെ ഇറുക്കുന്ന സ്ഥലം നോക്ക്. കത്രിക ഒരെണ്ണം ചെറുത് ഒരെണ്ണം വലുതുവാ. ഹാൻഡിക്യാപ്ഡ് റിഹാബിലിറ്റേഷൻ സെൻ്റർ വല്ല ഒരു പീസ് വല്ല കൂടെ ഉണ്ടോ ആയിരിക്കും? തീർന്നോ? ഇത് ഞാൻ ഓർത്ത് ആ കുപ്പി ആയിരിക്കും അങ്ങ് കിടക്കുന്നത് കേട്ടോ. ഞാനത് പ്രതീക്ഷിച്ച ആടാണോ ഒരു കുഞ്ഞിൻ്റെ കാലാണോ? അല്ലല്ലേ. ഇത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. മൊത്തം വിരിവായിട്ടില്ല. നമ്മൾ മൊത്തം വിരിവാകാൻ നോക്കിയെന്നാൽ നമ്മുടെ മീൻ ചീഞ്ഞു പോവും. അപ്പോൾ അത് വേണം. ഓ ഇവിടെ ഇരിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമുണ്ട്.
അടുത്ത വലിക്കാം വാ. കൊഞ്ചു 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 ചത്തുപോയി. ചെങ്കടി. അതോടെ വെച്ചോ. അപ്പോൾ കയറി പിടിച്ചാൽ എൻ്റെ പുറകിൽ രണ്ട് ചെറിയ മീൻ കിടപ്പുണ്ടേ. ഉണ്ടാവും കുരുക്കനതാ അവനിലത്തെ കുരുക്ക്. ആ ആ വെയിൽ പോയതാ.
പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ രണ്ടാമത്തെ വല വലിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. അതായത് വെയിൽ തെളിഞ്ഞ് വരുന്ന നോക്കി വെയിൽ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതാ കാർമേഘത്തിൻ്റെ മേലിക്കോ, കാർമേഘം അങ്ങോട്ട് സഞ്ചരിക്കുന്ന വേണ്ടിയാണ്. ഓ, ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ വലയിട്ടിട്ട് നമുക്ക് ഇത്രയധികം മീൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതായത് കിട്ടിയ മീൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏകദേശം ഒരു 4-5 മഞ്ഞക്കൂരി, ഒരു 4 കരിമീൻ, കുറച്ച് മുള്ളൻകണ്ണി, കുറച്ച് കൊഞ്ച്, ചെറിയ വാള, അതിന് നമ്മൾ വാളച്ചത്തി എന്ന് പറയുക, കുറച്ച് കുറുവ, കുറച്ച് തൂളി, 1-2 പൂളകൻ, പിന്നെ ഒരു 4-5 വരാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഈ പുറകെ കാണുന്ന കാഴ്ചയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മനോഹരമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം മീനിനേക്കാൾ ഉപരി മനസ്സിന് സന്തോഷം നൽകുന്ന ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് കൂടുതൽ റിലാക്സേഷൻ ഉണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. നിങ്ങൾക്കുൾപ്പെടെയല്ല, ഞങ്ങൾക്കും അങ്ങനെ ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പം നമ്മൾ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ വീഡിയോ ആണെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.